പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നബി ദിനത്തിലേക്ക് ഈ റെഡ് കാർപ്പറ്റിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let's begin the show. This is Chunge Jewelry Red Carpet. ഒരുപാട് ഐശ്വര്യമായിട്ട് നമ്മള് നല്ലൊരു സോങ്ങോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നബിദിനമാണ്. എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ടാവേണ്ട ഒരു ദിവസമാണല്ലേ? ഇക്കയുടെ വീട്ടിൽ എങ്ങനെയാണ് നബിദിനം എന്നൊക്കെ ആഘോഷിക്കുന്നത്? വീടുകളിൽ എങ്ങനെയാണ് ആഘോഷങ്ങൾ? എന്തൊക്കെ ചെറിയ പ്രായത്തില് ഞാനൊക്കെ ഈ ഓത്തുപള്ളി എന്ന് പറയുന്ന ഞങ്ങള് ഓത്തുപള്ളി മദ്രസയിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ നബിദിനത്തിന് ഒരുപാട് മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏലൂര് ഞങ്ങളുടെ ജമാഅത്ത് അവിടെ ആ പള്ളിയിൽ അവിടെ പോയി മത്സരിക്കും. പാട്ടും എല്ലാ പിന്നെ പ്രസംഗ മത്സരം, പാട്ട് മത്സരം, ഇതിനൊക്കെ ഞാൻ പങ്കെടുത്ത് എനിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊച്ചുനാളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ നബിദിനം അല്ലെങ്കിൽ ഓണം എല്ലാം ഒരുപാട് ആഘോഷിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രോഗ്രാംസ്, കൈനിറയ സമ്മാനങ്ങളൊക്കെ അല്ലേ? അതെ അതെ, അതൊക്കെ എപ്പോഴും നല്ലൊരു ഓർമ്മയാണ്. അപ്പൊ അതൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടാണ് ഇന്ന് മലയാള സിനിമയുടെ സംവിധായകൻ എന്നൊരു പദവിയിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സംവിധായകന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നല്ല ഓർമ്മശക്തി ഉണ്ടാവണം അല്ലെ? അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗെയിം എന്റെ കയ്യിലുണ്ട്. ഒരു കുഞ്ഞു ഗെയിം ഉണ്ട്, അത് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ വിഷ്വൽ ആണ് ശ്രദ്ധിക്കേണ്ടത്. റെഡി? നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ ഒരു വട്ടം മെയിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ, മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും ചിങ്കാര പൊന്നും തിടമ്പേ, വിടർന്ന കടമ്പേ, കിലുങ്ങും ചിലമ്പേ, കുറുമ്പിൻ തരിമ്പേ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷ്വലിന്റെ ബാക്കില് അല്ലല്ല, ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വിഷ്വലില് കുറെ കുതിരകൾ ഉണ്ടായിരുന്നു. യുനോ, കുതിരകൾ. അത് പക്ഷെ എത്ര എണ്ണമാണുള്ളത് എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടല്ലേ? ഇല്ല ഇല്ല, ഞാൻ കുതിരേനെ എണ്ണാൻ പോയതല്ലേ അവിടെ. ഇത് ഹൈദരാബാദില് രാമോജി സ്റ്റുഡിയോയില് ഷൂട്ട് ചെയ്താണ്. അത് മനസ്സിലായി. പക്ഷെ ഇപ്പൊ എന്റെ വായിൽ നിന്ന് അറിയാതെ അങ്ങനെ ഒരു വേർഡ് വന്നതായിട്ട് എനിക്കൊരു തോന്നുന്നു. അങ്ങനല്ല, ഈ സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കൊറിയോഗ്രാഫർ ദിനേശ് മാസ്റ്ററാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് കുതിരേനൊക്കെ എണ്ണാനുള്ള സമയം ഉണ്ടായി. ഓ, അത് ശരി. സോങ്ങിന്റെ അടുത്ത് നമ്മൾ റിലാക്സ്ഡ് ആണല്ലോ. നമ്മൾ റിലാക്സ്ഡ് ആണ്. സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുതിരേനെ ഞാൻ എണ്ണി. എന്നാ വിശ്വസനീയമല്ല, എന്നാലും ഓക്കെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. റെഡി? ഓക്കെ, ഇതിലൊരു ചോദ്യമുണ്ട്. എന്തായിരിക്കും? വല്ല ക്ലൂ ഉണ്ടോ? ഇതിൽ അഭിനയിച്ച നടി താരം ആരാണെന്ന്? എനിക്ക് വയ്യ. അതല്ല, നമ്മുടെ സേതുലക്ഷ്മി അമ്മയുടെ കയ്യില് എന്താണ്? സേതുലക്ഷ്മി ചേച്ചിയുടെ കയ്യില് ഒരു തവിയല്ലേ? തവി അല്ല, ഒട്ടത്തെറ്റ്. ആ സമയത്ത് ഞാൻ പറയട്ടെ, ഈ സോങ്ങിന്റെ ഷൂട്ടിങ്ങിന് എനിക്ക് കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നല്ലോ. കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്ന സേതുലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരുപാട് സുന്ദരികളായിട്ടുള്ള പെൺപിള്ളേരുണ്ടല്ലോ, അപ്പൊ നമ്മൾ തവി ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കറക്റ്റ്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നോണ്ട് സേതുലക്ഷ്മി അമ്മയുടെ സേതുലക്ഷ്മി ചേച്ചിയുടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പൊ തോറ്റേ. സേതുലക്ഷ്മി അമ്മയുടെ കയ്യില് അതായത് ഒരു പാത്രവും അതിനകത്ത് കുറെ പച്ചമുളകുമാണുള്ളത്. കേട്ടോ, ഈ എളിയിൽ ഇങ്ങനെ ഒരു പാത്രവും പച്ചമുളകും ഒക്കെ ഉണ്ടായിരുന്നു. കഷ്ടമായി പോയി, സേതുലക്ഷ്മി അമ്മയെ ശ്രദ്ധിച്ചില്ല. ഞാൻ സോറി ചേച്ചി. നമുക്ക് ഒരു ചോദ്യവും കൂടി ഉണ്ട്. ബാലൻസ്. ഈ പാട്ട് കൊറിയോഗ്രാഫർ വെച്ച് ഷൂട്ട് ചെയ്തതായിരിക്കും. ദിനേശ് മാസ്റ്റർ തന്നെ ചെയ്തു. നാദർഷിക്ക് ഒരുപാട് സമയം കിട്ടിയോ? എനിക്ക് സമയം കിട്ടി, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമ്മൾ ആ പാട്ടിന്റെ വിഷ്വൽ കണ്ടപ്പോ കുറെ ശില്പങ്ങള് കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ശില്പം ഏതായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തൊരു ശില്പം ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ശില്പോ?
നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റുകാർ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്ത് ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ അതേ സ്ഥലം തന്നെ അടുത്ത സ്ഥലത്തും ഉണ്ടായിരുന്നു. ഒരാളുടെ ചെറിയ പ്രതിമ അല്ല നാദൃശിക്ക, അതിന് മുമ്പത്തെ ഫ്രെയിമിലായിരുന്നു അത്. ഞാൻ ഒന്നാമത്തെ നല്ല പാട്ട് വരുമ്പോ ഈ പ്രതിമ മറ്റേ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത് അതിൽ തന്നെ നോക്കി. എന്താ മനസ്സിലായില്ല? ഗണപതിയുടെ പ്രതിമ. ഗണപതി ഉണ്ടായിരുന്നു. ആ അത് ശരി. അപ്പോ ഒരെണ്ണത്തിന് മാത്രം ജയിച്ചു, ബാക്കി രണ്ടെണ്ണത്തിന് തോറ്റു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശിക്ഷയൊന്നും തരുന്നില്ല. നമ്മുടെ ഇന്നത്തെ നബിദിനത്തില് നല്ല അടിപൊളി ഗസ്റ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ അവരുടെ പെർഫോമൻസ് കാണാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് അവരുടെ ഒരു വിഷ്വൽ കാണാം. ഹലോ, ഞങ്ങളാണ് നിലമ്പൂർ സിസ്റ്റേഴ്സ്. എൻ്റെ പേര് റിഫമോൾ. ഇതെൻ്റെ വലിയ അനിയത്തി നിത. ഇതെൻ്റെ ചെറിയ അനിയത്തി ഹിത. ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ നിറമണിഞ്ഞ മനോജ്ഞമാം കവിത നെയ്ത വികാരമായി. ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുമായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി ഞാൻ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെയാണ് എൻ്റെ അനിയത്തി നിതയും ഹിതയൊക്കെ പുറത്ത് വന്നത്. ഞാൻ ബേസിക്കലി സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ഇത്ത പാടുന്ന കേട്ട് ഇത്ത പഠിപ്പിച്ചാണ് ഞാൻ പാട്ടെന്നെ പാടാൻ തുടങ്ങിയത്. എൻ്റെ ഇത്താത്തമാരെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പാടാൻ തുടങ്ങിയത്. ഇതാണ് എൻ്റെ ഉപ്പ, സക്കീർ എന്നാണ് പേര്. ഉപ്പല്ലെങ്കിൽ ഞങ്ങളില്ല, അങ്ങനെ തന്നെ പറയാം. പിന്നെ ഇതാണ് എൻ്റെ ഉമ്മ, ഹൗസ് വൈഫാണ്. പാട്ടൊക്കെ തിരുത്തി തരും. മൂത്തോള് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ആൽബത്തിൽ പാടി. അത് കണ്ടു തന്നെ ഇപ്പോൾ ഇവളും ഇവർ 3ആളും പാടെ കൂടിയ ഒരു പാട്ട് വെറുതെ പാടിക്കാണ്ട് മാഷ കയ്യിൽ കൊടുത്ത് മാഷ് ഫേസ്ബുക്കിലിട്ട്. അപ്പോൾ അത് അങ്ങനെ എല്ലാവരും കണ്ട് സന്തോഷം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. റെഡ് കാർപ്പറ്റ് എന്ന ഇത്രയും നല്ലൊരു അടിപൊളി പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 3 പേര് ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വരുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ നബിദിനം സ്പെഷ്യൽ എപ്പിസോഡിന് പറ്റിയ 3 മിടുക്കി കുട്ടികളാണ് വരാൻ പോണത് അല്ലേ? അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നിലമ്പൂർ സിസ്റ്റേഴ്സിനെ, റിഫ, നിത ആൻഡ് ഹിത.